ഒരു സർക്കാരിൻ്റെ ഇപ്പോൾ തിരുവഞ്ചൂർ അങ്ങോട്ട് വിളിച്ചാണെങ്കിൽ തിരുവഞ്ചൂർ ഇടപെടൽ ഏത് രീതിയിലാണ്? ഒരു സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിലാണ്. ആ സർക്കാരിൻ്റെ പ്രഥമ പരിഗണന എന്താണ്? ആ സർക്കാരിനെതിരെ വരുന്ന ഒരു സമരത്തെ ഏത് രീതിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പല ഓഫർ വെക്കും, അതിന് പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും, അല്ലെങ്കിൽ സമരത്തെ നേരിടാനുള്ള പോലീസ് സംവിധാനങ്ങൾ ഒരുക്കും. അത് ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ആ കെണിയിൽ കൃത്യമായി പോയി CPM വീണത് എന്തിനാണ്? നേരത്തെ ഒക്കെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ഏറ്റവും നോർമലായ, ഏറ്റവും നോമിനലായ ആവശ്യത്തിൽ അത്ര വലിയ ഒരു ഐതിഹാസികമെന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കാമായിരുന്ന ഒരു സമരത്തെ ഇല്ലാതാക്കി കളഞ്ഞ് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യം മറുപടി വരുന്നില്ല. ഈ പറയുന്ന ബാക്ക് ഡോർ ചർച്ചകളുടെ കാര്യങ്ങൾ വരുമ്പോഴും. ജയ്ക്ക്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇപ്പോൾ ഇന്ന് പൊടി തന്നെ സംഭവിച്ച ഈ വാർത്താ വിസ്ഫോടനം കേരളത്തിൽ പല പ്രമുഖ മാധ്യമങ്ങളുടെയും ഡൊമൈനുകളിൽ ഏതാണ്ട് ഒരേ സമയമാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഏറെയും കുറഞ്ഞും നേരിയ സമയമാമരിയിലെ വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ എവിടെ നിന്നാണ് മാധ്യമങ്ങൾക്ക് വിസ്ഫോടനാത്മകമായി വാർത്ത ലഭിച്ചത്? അത് നമ്മുടെ നാട്ടിലെ ഒരു ആഴ്ചപ്പതിപ്പിൽ സമീപത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട ആഴ്ചപ്പതിപ്പിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതായിരുന്നോ? അല്ലല്ലോ. എത്രയോ നാളുകൾക്ക് പിറകിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ എന്തേ ആ സമയത്ത് ഇതാർക്കും ഒന്ന് വായിച്ച് ഇതിൽ സ്ഫോടനാത്മകമായ ചില വിവരങ്ങൾ ഉണ്ടല്ലോ, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കാൻ പര്യാപ്തമായ രാഷ്ട്രീയ ഡീലിന്റെ ഉള്ളുകളികളെ തുറന്നു കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു അന്തിച്ചർച്ചയ്ക്ക് എടുത്തു വെച്ച് ഇത്തരത്തിൽ ആത്മകഥാ രചയിതാവായ അങ്ങനെയൊക്കെ ആദരിക്കുന്ന മാധ്യമ പ്രവർത്തകനെയും ഇടതുപക്ഷത്തിന്റെയും ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളെയും ഒരു ചർച്ച സംഘടിപ്പിച്ച് കളയാം എന്നെന്തേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരത്തെ മുണ്ടക്കയത്തിന്റെ പുസ്തകം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി സീതിവാഹന്റെ ആത്മഹത്യയെ പറ്റിയാണെങ്കിൽ പുസ്തകത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഞാൻ പറയുന്നത് മുണ്ടക്കയത്തിന്റെ പുസ്തകം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി സീതിവാഹന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഞെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നപ്പോൾ വിളിച്ചു, AK സെന്ററിലേക്ക് വിളിച്ചു, സമരം തീരുകയാണെന്ന് അറിയിച്ചു, നിരാശയോടെ ആ പടികൾ ഇറങ്ങി. ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ സീതിവാഹനം പോലും ഞെട്ടി അന്ന് ആ സമരം പെട്ടെന്ന് തീർന്നില്ല. ആ ആത്മഹത്യയെ പറ്റിയാണെങ്കിൽ നമ്മളൊന്ന് ചർച്ച ചെയ്തല്ലോ. ശരിയാണ്. ഇല്ല, ഞാൻ മാധ്യമപ്രവർത്തകന്റെ ആത്മകഥയെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 4-5 കണ്ടസ്റ്റയായി അദ്ദേഹം തന്നെ പറഞ്ഞ വാചകങ്ങൾ പ്രകാരമാണെങ്കിൽ 4-5 കണ്ടസ്റ്റയായി നമ്മളുടെ നാട്ടിലെ വാരികയിൽ ഇത് അദ്ദേഹം അനുമതി കൊടുത്തതിനെ തുടർന്ന് സ്ഫോടനാത്മകമായ വിവരമായി പെട്ടെന്ന് ഉയർന്നുദിച്ചു വന്നു എന്ന് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം തിരുത്തുണ്ടോ? തെറ്റിദ്ധരിച്ചാണ്. എന്റെ 3ാമത്തെ ലക്കമാണത്. അത് വീക്കിലി പ്രസിദ്ധീകരിച്ച അന്നാണ് വിവാദം ഉണ്ടായത്. അതിന് മുമ്പ് ഞാൻ അതിനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. പുസ്തകം വരാനിരിക്കുന്നതേ ഉള്ളൂ. 3 ലക്കം പ്രസിദ്ധീകരിച്ചുള്ളൂ. 3ാമത്തെ ലക്കത്തിലാണ് ഈ വിഷയം പറയുന്നത്. ശരി, ഞാൻ പറയായിരുന്നു സോളാർ ഉണ്ടപ്പോൾ 3ാം ലക്കത്തിൽ ഇന്നലെ ഇറങ്ങിയ വാരികയിൽ മാത്രമാണ് ഈ ഒത്തുതീർപ്പിന് ഇതുവരെ കേരളം അറിയാത്ത അണിയറ കഥകൾ, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം അദ്ദേഹത്തിന് സത്യം എന്ന നേരിട്ട് ബോധ്യമുള്ള കാര്യം അദ്ദേഹം എഴുതുന്നത്. ജയ്ക്ക്, അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞു കേട്ടത് 3-4 എന്നുള്ളതാണ്. അത് 4-3 തുടർച്ചയായിട്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ എന്ത് അസാധാരണത്വമാണ് ഈ സ്ഫോടനാത്മകമായ വിവരത്തിലുള്ളത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അന്നു തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്, അന്വേഷണത്തിന്റെ പരിധിയിൽ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെടുന്ന ഒരു ഒത്തുതീർപ്പിനെ സംബന്ധിച്ച് അന്ന് സമരരംഗത്തുണ്ടായിരുന്ന ഇടതുപക്ഷം മുമ്പോട്ടേക്ക് ആവശ്യമുന്നയിച്ചപ്പോൾ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി അതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചർച്ചയെ സംബന്ധിച്ചും പിന്നീട് അന്നത്തെ ആഭ്യന്തരമന്ത്രി നടത്തിയ ചർച്ചയെ സംബന്ധിച്ചും അന്നത്തെ വ്യവസായ മന്ത്രി നടത്തിയ ചർച്ചയെ സംബന്ധിച്ചും അവരുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ കൂടഫലമായി ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷത്തിന്റെ സുപ്രധാനമായ ഒരു സമരമുദ്രാവാക്യം ടേംസ് ഓഫ് റെഫറൻസിൽ ജുഡീഷ്യൽ എൻക്വയറി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് CM ഓഫീസ് വരണം. അതേ തുടർന്ന് പിന്നീട് ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ജുഡീഷ്യൽ കമ്മീഷന്റെ വിചാരണയ്ക്ക് മുഖ്യമന്ത്രി ഇരുന്നു കൊടുക്കേണ്ടതായി വരുന്നു. പിന്നീട് കമ്മീഷനും മറ്റു പരാതികളും ഒക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് ഇതിനകത്ത് എന്ത് രാഷ്ട്രീയ ഡീൽ നടന്നു, എന്ത് അസാധാരണത്വമാണ് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്നത്? ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച മുൻ ആഭ്യന്തരമന്ത്രിയുടെ വാർത്താ സമ്മേളനം അങ്ങ് കണ്ടില്ലേ? ഇപ്പൊ കോൺഗ്രസിന്റെ ചേരിയിൽ പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തിക്കുന്ന ആദരണീയനായ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ അനുകൂലിക്കുന്ന ഒരു അനുഭവം പങ്കുവെച്ചോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്?
അന്ന് ആ സമയത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ കോട്ടയത്തെ MLA ആയിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു ഈ സമരം അവസാനിപ്പിക്കണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അത് തന്റെ കൺസേൺ ആണ് എന്ന് ഇന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു, അങ്ങടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് മുമ്പിൽ. ചെറിയാൻ ഫിലിപ്പിനോട്, ഇന്നത്തെ കോൺഗ്രസ് നേതാവിനോട്, അന്ന് ഇടതുപക്ഷ ചേരിയുടെ ഭാഗമായി പ്രവർത്തിച്ച നേതാവിനോട് അപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, ഈ പ്രശ്നം പരിഹരിക്കണം, ഈ സമരം ചർച്ചയിലൂടെ സമവായത്തിലെത്തി നമുക്ക് പരിഹരിക്കണം, അതൊരു ക്രമസമാധാന പ്രശ്നമായി വളർന്നു പോകാൻ പാടില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന സമര പോരാളികൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് വലിയ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകുന്നു, ഇത് പരിഹരിക്കണമെന്ന കോൺഗ്രസിന്റെ നേതാവായ അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നത് CPIM അല്ല. ഇന്ന് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ KSU പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ തന്നെയാണ്. തിരുവഞ്ചൂർ എന്ന് പറയുന്നത് ആ സർക്കാർ ആഭ്യന്തരമന്ത്രിയാണ്. ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന ജെ.സി. തോമസ് അന്ന് JK രാഷ്ട്രീയത്തിൻ്റെ SFIയുടെ ഏത് ഘടകത്തിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് ഈ പറയുന്ന 11 വർഷങ്ങൾക്ക് മുൻപ് ആ സമരം ഒരു വല്ലാത്ത സമരമാണ്. JK എന്തായാലും ഉറപ്പായും ഓർമ്മയുണ്ടാവണം. എന്ന് പറഞ്ഞാൽ അത് എന്താണ്, വലിയ സമരാവേശം ഉണ്ടാക്കിയ സമരമാണ്. എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് സമരഭടന്മാരെ വലിയ ചുവന്ന കൊടിയൊക്കെ ഇട്ട് ചുവന്ന മാലയിട്ട് യാത്ര അയക്കുന്ന സമരമായിരുന്നു. അങ്ങനെ സമരമായി ലക്ഷത്തോളം ആളുകൾ ഈ പറയുന്ന സ്റ്റാച്യു ആവട്ടെ, ബേക്കറി ജംഗ്ഷൻ ആവട്ടെ, അവിടെ എന്താണ് പ്രസ് ക്ലബിന് പിന്നിലാവട്ടെ, അവിടെയൊക്കെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത മട്ടിൽ ലക്ഷങ്ങൾ തടിച്ചുകൂടിയ വലിയ സമരമായിരുന്നു. ആ സമരത്തിൻ്റെ മുദ്രാവാക്യം ഏതെങ്കിലും ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനമല്ല. അന്ന് VS അച്യുതാനന്ദനാവട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ, LDFിൻ്റെ ദേശീയ സെക്രട്ടറിമാർ ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരൊറ്റ തീരുമാനം എന്താണ്? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ഒരൊറ്റ വലിയ ലക്ഷ്യത്തിൽ തുടങ്ങിയ സമരമാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് അതിൻ്റെ 2ാമത്തെ 3ാമത്തെ ആവശ്യം മാത്രമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ ജയിക്ക്. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചോദിച്ചാൽ പോരെ ആ സമരത്തിന്? അവിടെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങിപ്പോ എന്നേക്കാൾ നന്നായി മാധ്യമപ്രവർത്തന രംഗത്ത് നടത്തിയ അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെയുള്ള വ്യക്തി കൂടെയാണല്ലോ. എങ്ങനെയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ, ലോകമെമ്പാടുമുള്ള അനുഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു സമര മുദ്രാവാക്യത്തെ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സമരത്തെ ബഹുജന സമരമായി വളർത്തിയെടുക്കുകയും പിന്നീട് ആ സമരത്തിന്റെ മുദ്രാവാക്യത്തിന്റെ പരിപൂർണതയിൽ മാത്രമാണോ ആ സമരം അവസാനിപ്പിക്കുക? അങ്ങനെയാണെങ്കിൽ ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ നടത്തപ്പെട്ട എത്രയോ സമരങ്ങൾ, 1000-900-ലധികം വരുന്ന സമരങ്ങളും പരാജയപ്പെട്ട സമരങ്ങളാണെന്ന് നമുക്ക് വിലയിരുത്താൻ പരിഹാരം ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ടാണ്. അന്നത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കേവലം ഒരു സമര മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഒരു സമരം നയിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കേവല സമര മുദ്രാവാക്യം എന്നതിനപ്പുറം പല സമരവഴികൾ നോക്കിയിട്ടും പാഠം പഠിക്കാത്ത UDF സർക്കാരിനെ വലിച്ചു താഴെയിടുക എന്ന് ഉറച്ച് പ്രഖ്യാപിച്ച് അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമരമാണ് ജയിക്ക്. അതിൻ്റെ ഒരു കേവല സമര മുദ്രാവാക്യത്തിനപ്പുറം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ആ സമരം ഒരു 2 നാൾ 3 നാൾ നീണ്ടുപോയിരുന്നെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കലല്ലാതെ മറ്റു നിർവാഹമില്ലാത്ത സാഹചര്യം ഉണ്ടാവുമായിരുന്നു ജയിക്ക്. അങ്ങ് വീണ്ടും ഞാൻ ഈ സമരത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കതിന്റെ ആംബിയൻസ് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്ന സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഞാനന്ന് എന്തായിരുന്നു ഇവിടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാനന്ന് കോളേജ് വിദ്യാർത്ഥിയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഏരിയ സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഞങ്ങളുടെ ജില്ലയായിരുന്നു ഈ സമരത്തിന്റെ ഏറ്റവും അതിശക്തമായ രണോത്സുകമായ സമരങ്ങളുടെ കേന്ദ്രമുണ്ടായിരുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ കരിങ്കൊടി സമരം സമയമേതുമില്ലാതെ അലയടിച്ചുയർന്ന ജില്ലയുടെ ഭാഗമായിരുന്നു. ആ സമര സംഘടനത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ സമരത്തിന്റെ ആംബിയൻസിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റോ ക്ലാസോ എന്തായാലും അങ്ങയുടെ കയ്യിൽ നിന്ന് തൽക്കാലം അതിന്റെ പരമപ്രധാനമായ മുദ്രാവാക്യം ഒരു സമര മുദ്രാവാക്യം എന്നതിനപ്പുറം രാജിവെപ്പിക്കുക എന്ന തീരുമാനത്തിൽ തന്നെ അല്ലേ സാർ കാസർഗോഡ് നിന്ന് കളിയിക്കാവളെയുള്ള സമരസഖാക്കൾ തിരുവനന്തപുരത്തേക്ക് തടിച്ചുകൂടിയത് അല്ലേ? അതോ ജുഡീഷ്യൽ അന്വേഷണം മതി എന്ന തീരുമാനത്തിലായിരുന്നു അന്ന് തന്നെ? എനിക്കറിയില്ല. ഇനി എൻ്റെ ഓർമ്മ പ്രശ്നമാണെങ്കിൽ അങ്ങേക്ക് അതിന്റെ ഇൻസൈഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു അങ്ങ് വെളിപ്പെടുത്തിക്കൊള്ളൂ. അങ്ങ് എത്രയോ തവണ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അത്ഭുതമില്ല, അങ്ങേക്ക് ഇത് തുടരാം, അങ്ങയുടെ ശൈലി അതാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങ് മനസ്സിലാക്കേണ്ടത്, സമരത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർക്കും അല്പം ചരിത്രബോധത്തോടുകൂടെ ഇന്ത്യയിലും രാജ്യത്തും ലോകത്തും കേരളത്തിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സമരങ്ങളെയും മുദ്രാവാക്യങ്ങളുടെ പൂർത്തീകരണത്തെയും അതിന്റെ വിജയപരാജയങ്ങളുടെ മാനകത്തെയും ഒക്കെ സംബന്ധിച്ച് നല്ല ബോധ്യത്തോടുകൂടെ ചർച്ചയാവാം, ബോധ്യങ്ങളാകാം. എന്താണ് പ്രത്യേകത?
ഇപ്പൊ അങ്ങ് ഓർക്കുന്നില്ലേ, നമ്മൾ അമേരിക്കൻ ബോർഡർ അടവിക്കടലിൽ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ രക്തസാക്ഷിത്വം വരിച്ച സമരം നടന്ന മണ്ണല്ലേ കേരളം? ആ സമരത്തെ തുടർന്നാണല്ലോ പിന്നീട് കേരളം രൂപീകരിക്കപ്പെട്ടത്. അങ്ങയുടെ ഇൻസ്റ്റന്റ് സമര വിജയത്തിന്റെ മുദ്രാവാക്യം വെച്ച് പരിശോധിച്ചാൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടും പരാജയപ്പെട്ടു പോയ സമരമായി അങ്ങ് വേണമെങ്കിൽ ആ സമരത്തെ വിലയിരുത്തത്തില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു 100 വയസ്സ് നീണ്ടു നിൽക്കുന്ന അനുഭവം പറയാനില്ലേ? എത്രയോ സമരഘട്ടങ്ങൾ വേണമെങ്കിൽ നിർത്തിവെക്കേണ്ട വരികയും അവസാനിപ്പിക്കേണ്ട വരികയും ആളുകൾ കൊല്ലപ്പെടുകയും സമരത്തിന്റെ ഗതിവിഗതികൾ കൈവിട്ടു പോയപ്പോൾ അവസാനിപ്പിച്ച് തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ച് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യേണ്ടവെന്ന അനുഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇൻസ്റ്റന്റായി നിർത്തിവെക്കേണ്ട വരുന്ന ഘട്ടമൊക്കെ സമരം പരാജയപ്പെട്ടു, സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു എന്ന വിലയിരുത്തൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ സമരത്തിന് അങ്ങ് സൂചിപ്പിച്ചത് തന്നെയാണ് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം. നമ്മുടെ ചോദ്യം അത് തന്നെയാണ്. ഇൻസ്റ്റന്റായി ആ സമരം 2 ആഴ്ച കാലത്തേക്ക് ഒരുങ്ങി വരാൻ ബ്രാഞ്ച് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി എല്ലാവരും ഒരുങ്ങി വന്ന ആ ആവേശത്തിൽ നിന്ന സമരം 30 മണിക്കൂറിൽ തീരേണ്ട ഇൻസ്റ്റന്റ് സാഹചര്യം എന്തായിരുന്നു ജയ്ക്ക്? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അങ്ങേക്ക് ഇടപെട്ടേ മതിയാവുകയുള്ളൂ. ഇതാണ് അങ്ങയുടെ സമീപനം. എനിക്കൊരു പ്രയാസവും. ഞാൻ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അനിവാര്യമായ അനിഷ്ടകരമായ ഒരു യാഥാർത്ഥ്യം എന്നതുപോലെ അപ്രിയമായ സത്യം എന്നതുപോലെ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് തരാൻ വേണ്ടി ഞാൻ വന്നത്. ഈ ഇൻസ്റ്റന്റ് മുദ്രാവാക്യത്തിന്റെ പ്രത്യേകത എന്താ അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 8 വർഷമായില്ലേ? ഒരു 1000 പരാജയപ്പെട്ട സമരങ്ങളുടെ നേതാവല്ലേ നമ്മുടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ്? 10,000 തവണ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ നേതാവും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പിണറായി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയില്ലേ? അപ്പൊ പരാജയപ്പെട്ട സമരങ്ങളുടെ തോഴനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാവ്. അങ്ങനെ വിലയിരുത്താൻ വേണ്ടി പറ്റുമോ? എങ്ങനെയാണ് ഒരു സമരമുദ്രാവാക്യം പൂർത്തീകരിക്കപ്പെടുക? അത് അർത്ഥസമ്പൂർണ്ണമായി വിജയിക്കപ്പെടുന്നത് എപ്പോഴാണ്? അങ്ങ് സൂചിപ്പിച്ചതാണ് ശരി. ഞങ്ങൾ ഒറ്റ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് 2 പ്രവർത്തകരെ വീതം സമരയാത്ര സംഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചതായിരുന്നില്ല. സോളാർ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ, ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ, നഗരസഭാ കേന്ദ്രങ്ങളിൽ, കോർപ്പറേഷൻ കേന്ദ്രങ്ങളിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി സമരം നടന്നു. ആ സമരത്തിന്റെ ആത്യന്തികമായ അവസാനമാണ് എന്ത്? തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് എല്ലാ CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10,000 വരുന്ന അണികളെ, പ്രവർത്തകരെ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഘട്ടം ഘട്ടമായി കേരളത്തിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കണം, അതിന്റെ പ്രതീകമായ മുഖ്യമന്ത്രിയും ഈ സംഘവും കേരളത്തിൽ നിന്ന് രാജിവെച്ച് പോകണമെന്നുള്ളത് കേരളത്തിലെ ബഹുജനങ്ങളുടെ മുദ്രാവാക്യമാക്കി മാറ്റുക, കേരളത്തിലെ രാഷ്ട്രീയ ചുവരെഴുത്താക്കി മാറ്റുക, അതായിരുന്നു ആ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനും ആ ടേംസ് ഓഫ് റെഫറൻസിൽ CMOയും വന്നതോടുകൂടെ ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു, നേരെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്ന ഇന്നയോളം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായ നേതാവിനെ അപ്പുറത്ത് വെച്ചിട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഞങ്ങൾ സോളാർ കേസിന്റെ വിവിധ ഘട്ടങ്ങൾ, ആ കാര്യങ്ങൾക്കകത്ത് കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായ സമീപനങ്ങൾ, അഴിമതിയുടെ മാനമുള്ള 100 കണക്കിന് വരുന്ന സംഭവവികാസങ്ങൾ, CDR, ആദരണീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പോലും അറിയാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ ശ്രമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിശദീകരിച്ചു. ആരോടൊപ്പമായിരുന്നു കേരളത്തിലെ ജനങ്ങൾ? ഞങ്ങൾ ഉയർത്തിയ സമരമുദ്രാവാക്യം കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള ബഹുജനങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് ജനകീയതയുടെ പരിപ്രേക്ഷ്യമുണ്ടായിരുന്ന ഒരു നേതാവ് അപ്പുറത്തുണ്ടായിട്ടും പിണറായി വിജയന്റെയും VS അച്യുതാനന്ദന്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടെ 2016 മുതൽ ഇപ്പോൾ 2024 വരെ. ശരി, ഞാൻ തിരികെ ശ്രീ യുവരാജ് ഗോകുലേക്കാണ്. ശ്രീ ജോൺ മുണ്ടക്കയം അല്പസമയം തുടരണം, ഇടവേളയ്ക്ക് ശേഷം.